അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ജർമ്മനിയുടെ ഉടമസ്ഥതയിലുള്ള ടൺ കണക്കിന് സ്വർണം തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണിപ്പോൾ ഉയരുന്നത്. ജർമ്മനിയിലെ ജനപ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരുമാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന വാദം ഉയർത്തിക്കാണിച്ചാണ് അവർ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരത്തിലുള്ള രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി. 3352 ടൺ സ്വർണമാണ് ജർമ്മനിയുടെ കരുതൽ ശേഖരമായിട്ടുള്ളത്. അമേരിക്ക തന്നെയാണ് ഈ ശേഖരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 8133 ടൺ സ്വർണമാണ് അമേരിക്കൻ കരുതൽ ശേഖരത്തിലുള്ളത്. ജർമ്മനിയുടെ കരുതൽ സ്വർണ്ണ ശേഖരത്തിന്റെ 37%, അതായത് 1236 ടൺ സ്വർണം ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവിന്റെ രഹസ്യ അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശീതയുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ആക്രമണ ഭീഷണി നിലനിന്നിരുന്നപ്പോൾ ഈ സ്വർണം സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടിയാണ് ജർമ്മനി ഇങ്ങനെ ചെയ്തത്. 13% സ്വർണം ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും സൂക്ഷിച്ചിട്ടുണ്ട്. ബാക്കി പകുതിയോളം സ്വർണം ജർമ്മൻ നഗരമായ ഫ്രാങ്ക്ഫർട്ടിലെ ബുണ്ടസ് ബാങ്കിന്റെ ശേഖരത്തിലാണ് ഉള്ളത്. ഏകദേശം 164 ബില്യൺ യൂറോ വില വരുന്ന ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ ഏകദേശം 17.78 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ജർമ്മൻ സ്വർണം അമേരിക്കയുടെ കയ്യിലാണ്. 2008 സാമ്പത്തിക മയത്തിന് പിന്നാലെ കരുതൽ സ്വർണം ഇനിയും വിദേശത്ത് സൂക്ഷിക്കേണ്ടതില്ലെന്നും അത് തിരികെ കൊണ്ടുവരണമെന്നും ജർമ്മൻ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ടായിരുന്നു. അതിനായി നീക്കവും ആരംഭിച്ചിരുന്നു. എന്നാൽ കുറച്ച് സ്വർണം മാത്രമേ കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ ആ സ്വർണം മുഴുവനായി തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ജർമ്മനിയിൽ ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന നിലയിലാണ് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ സ്വർണം സൂക്ഷിക്കുവാൻ വേണ്ടി അമേരിക്കയെ ഏൽപ്പിക്കുന്നത്. 30ഓളം രാജ്യങ്ങളുടെ വകയായി 6300 ടൺ സ്വർണം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നിലവറകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ അടിക്കടിയുള്ള നിലപാട് മാറ്റങ്ങളും പരിഗണിച്ചുകൊണ്ട് തങ്ങളുടെ സ്വർണം എത്രയും വേഗം തിരികെ എത്തിക്കുന്നതാണ് നല്ലതെന്ന വാദമാണ് ജർമ്മനിയിൽ ഉയരുന്നത്. ജർമ്മനിയിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ജർമ്മൻ ഫെഡറൽ ബാങ്കിന്റെ ഗവേഷണ വിഭാഗം മുൻ മേധാവിയുമായ ഇമ്മാനുവൽ മോൺഷ് സ്വർണം അമേരിക്കയിൽ നിന്നും തിരികെ എത്തിക്കണമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അമേരിക്കയിൽ ഇപ്പോഴുള്ള ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ സ്വർണം സൂക്ഷിക്കുന്നത് അപകടമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സ്വർണം രാജ്യത്ത് തിരിച്ചെത്തിക്കണമെന്ന് ജർമ്മൻ പാർലമെന്റിലെ പ്രതിപക്ഷമായ ഗ്രീൻ പാർട്ടിയുടെ ധനകാര്യ വക്താവ് കാതരീന ബെക്കും ആവശ്യപ്പെടുന്നു. യൂറോപ്യൻ ടാക്സ് പേയേഴ്സ് അസോസിയേഷനും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ട്രംപിന്റെ നീക്കങ്ങൾ ഒരിക്കലും മുൻകൂട്ടി പറയാൻ കഴിയില്ലെന്നും ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ഇത് കണ്ടതാണെന്നും അസോസിയേഷൻ തലവൻ മൈക്കേൽ ജാഗറും പറഞ്ഞു. അമേരിക്കയെ ഇനി വിശ്വസിക്കാനാവില്ല എന്ന വികാരമാണ് ജർമ്മനിയിൽ ഇപ്പോൾ ഉയരുന്നത്. ജർമ്മനിയിൽ മാത്രമല്ല, ലോകമെങ്ങും അതേ വികാരം തന്നെയാണുള്ളത്. വെനസ്വേല വിഷയത്തിലും ഗ്രീൻലാൻഡ് വിഷയത്തിലും ട്രംപ് എടുത്ത നിലപാടുകൾ കണ്ട് ജർമ്മനി ഞെട്ടിയിരിക്കുകയാണ്. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് എന്തും ചെയ്യുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി അമേരിക്ക സ്വർണം പിടിച്ചു വച്ചാൽ തങ്ങൾ പെരുവഴിയിലാകുമെന്നും ജർമ്മനിയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. പണത്തിനു വേണ്ടി എന്ത് നെറുകേടും ചെയ്യുന്ന അധപ്പതിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത്. വിധേയത്വം കൊണ്ടും മറ്റുള്ള താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടും പരസ്യമായി ഇക്കാര്യം പലരും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ ലോകം മൊത്തം പിടിച്ചെടുക്കാനും ഭരിക്കാനും ട്രംപ് ശ്രമങ്ങൾ തുടർന്നാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അനിവാര്യമായ പതനം തന്നെയാണ്.